നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കും. നമ്മൾ ഓരോ ആപ്പുകളോ അല്ലെങ്കിൽ വെബ്സൈറ്റുകളോ ഓപ്പൺ ചെയ്യും, നമ്മൾ മെയിൽ ഐ ഡി കൊടുക്കാറുണ്ട്. പലപ്പോഴും നമ്മൾ കൊടുക്കുന്ന മെയിൽ ഐ ഡി നമ്മൾ ആ ഒരു ആപ്പിൻ്റെ ആവശ്യം കഴിഞ്ഞ് അൺഇൻസ്റ്റാൾ ചെയ്താലും ആ ഒരു മെയിൽ ഐ ഡിയുമായിട്ട് കണക്റ്റ് ആയിരിക്കും. നമ്മളാരും മെയിൽ ഐ ഡി സൈൻ ഔട്ട് ചെയ്തതിന് ശേഷം ആ ഒരു ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്യാറില്ല. ഇനി വെബ്സൈറ്റ് ആണെങ്കിൽ അങ്ങനെ തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു മെയിൽ ഐ ഡി കൊടുക്കും, ലോഗിൻ ചെയ്യും. എന്നാൽ നമ്മുടെ മൊബൈൽ ഫോണിൽ ഏതൊക്കെ വെബ്സൈറ്റിന് നമ്മുടെ മൊബൈൽ ഫോണിലുള്ള മെയിൽ ഐ ഡി കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ലോഗിൻ ചെയ്തിട്ടുണ്ട് എന്ന് കാണുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ നേരത്തെ ഡിലീറ്റ് ചെയ്തു പോയ ഒരു അക്കൗണ്ടാണോ, ഗൂഗിൾ അക്കൗണ്ടോ അല്ലെങ്കിൽ വെബ്സൈറ്റോ ആണോ, അതിനകത്ത് ഏതെങ്കിലും മെയിൽ ഐ ഡി ലോഗിൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ഇവിടെ വെച്ച് കാണാനും നമുക്ക് അവിടെ വെച്ചുകൊണ്ട് അത് ഡിലീറ്റ് ചെയ്ത് കളയാനും സാധിക്കും. അപ്പോൾ അത് ഏതാണ് ഫീച്ചർ, അത് എവിടെ കാണാൻ സാധിക്കും എന്നുള്ളതൊക്കെയാണ് നമ്മൾ പരിശോധിക്കുന്നത്. വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക, തീർച്ചയായിട്ടും ഉപകാരപ്പെടും. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കാം. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ അതിന് വേണ്ടിയിട്ട് മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാം. സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത ശേഷം ഇവിടെ ഏറ്റവും താഴെ ഭാഗത്തേക്ക് വന്നാൽ ഗൂഗിൾ എന്നൊരു ഓപ്ഷൻ കാണും, നമ്മളത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണാൻ സാധിക്കും. താഴെ ഭാഗത്തേക്ക് വന്നാൽ നിങ്ങൾക്ക് ഏറ്റവും അവസാനത്തിൽ സെറ്റിങ്സ് ഫോർ ഗൂഗിൾ ആപ്സ് എന്ന ഓപ്ഷൻ കാണും, നമുക്കത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കണക്റ്റഡ് ആപ്സ് എന്ന് കാണാൻ സാധിക്കും ഏറ്റവും മുകളിൽ, അത് ക്ലിക്ക് കൊടുക്കുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഏതൊക്കെ ആപ്പുകൾക്ക് അല്ലെങ്കിൽ ഏതൊക്കെ വെബ്സൈറ്റ് നമ്മുടെ മെയിൽ ഐ ഡി കണക്ട് ചെയ്തിട്ടുണ്ടെന്ന് കാണാൻ സാധിക്കും. നോക്കുക, നമ്മുടെ വാട്സപ്പിൽ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എനേബിൾ ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ മെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട്, റൂം GPT കൊടുക്കുന്നുണ്ട്, അതുപോലെ ഇൻസ്പോട്ട് എന്നുള്ള വീഡിയോ കാണാനുള്ള ഒരു ഓപ്ഷൻ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്, ഓഡിയോ ട്യൂബ് നമ്മൾ മെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മെയിൽ ഐ ഡി കൊടുത്തിരിക്കുന്ന അക്കൗണ്ടുകളൊക്കെ അവിടെ കാണാനും ആവശ്യമില്ലാത്തതാണെങ്കിൽ ജസ്റ്റ് ഇതുപോലെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ചോദിക്കും. കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു അക്കൗണ്ട് നമ്മുടെ ഗൂഗിൾ അക്കൗണ്ടുമായുള്ള കണക്ഷൻ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാൻ സാധിക്കും. അപ്പോൾ അതിനകത്ത് ആ ഒരു ആപ്പ് കാണാനില്ല. വളരെ യൂസ്ഫുള്ളാണ്. നിങ്ങളുടെയൊക്കെ അക്കൗണ്ട് ഏതെങ്കിലും വെബ്സൈറ്റോ ആപ്പോ ആയിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഡിലീറ്റ് ചെയ്ത് കളയുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഡാറ്റകളൊക്കെ ചോർന്നു പോകാൻ കാരണമാകും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.